നമസ്കാരം. നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാളെ ഓഗസ്റ്റ് 12 കർക്കിടക വാവാണ്. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. നാളത്തെ ദിവസം പിതൃക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ ശുഭകരമാണ്. കൃത്യമായി പറയുകയാണ് എങ്കിൽ ദക്ഷിണായനം പിതൃക്കൾക്കും ദേവന്മാർക്കും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുക. കറുത്ത പക്ഷവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിതൃക്കൾ ഉണരുന്നതായ സമയമാണ്. അതിനാൽ തന്നെ ഈ സമയം ചില കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഭൂമിയിലെ ഒരു മാസം എന്ന് പറയുന്നത് പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമാണ്. ഇപ്രകാരം ഒരു വർഷത്തിലെ 12 മാസം പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം 12 ദിവസങ്ങളായാണ് കണക്കാക്കുന്നത്. ഈ 12 ദിവസങ്ങളിൽ ഒരിക്കൽ പിതൃക്കളുടെ അല്ലെങ്കിൽ ആ മരണപ്പെട്ടിരിക്കുന്നതായ വ്യക്തിയുടെ ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ അടുത്ത വ്യക്തികൾ ആ വ്യക്തികൾക്ക്, അതായത് മരണപ്പെട്ടു പോയ വ്യക്തി അഥവാ പിതൃക്കൾക്ക് അന്നം അല്ലെങ്കിൽ അത് ബലിയായി സമർപ്പിക്കണം എന്നാണ് പറയുക. അതിനാൽ തന്നെ കർക്കിടക വാവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏവരും അതിനാൽ അതായത് മരണപ്പെട്ടവർക്കായി പിതൃക്കൾക്കായി ബലി അർപ്പിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. ഇനി കർക്കിടക വാവ് ബലി നിങ്ങൾ അർപ്പിച്ചു ഇട്ടു എന്നതുകൊണ്ട് ആണ്ടുബലി നിങ്ങൾ സമർപ്പിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അപ്പോൾ കർക്കിടക വാവ് ബലിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായും നാളത്തെ ദിവസം വ്രതം എടുത്തുകൊണ്ട് വേണം നിങ്ങൾക്ക് ഇപ്രകാരം കർക്കിടക വാവ് ബലി അർപ്പിക്കുവാൻ. കർക്കിടക വാവ് ദിവസം കുളിച്ച് ശുദ്ധിയോടെ ഈറൻ അണിഞ്ഞുകൊണ്ട് വേണം പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ബലിയിടുവാൻ. എന്നാൽ ചില വ്യക്തികൾ നാളത്തെ ദിവസം ബലിയിടുന്നത് അശുഭകരമാണ്, അല്ലെങ്കിൽ പാടില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. ഏതെല്ലാം വ്യക്തികളാണ് ഇപ്രകാരം നാളത്തെ ദിവസം ബലി അർപ്പിക്കാൻ പാടില്ലാത്തത് എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തൂ. ബലി അർപ്പിക്കുന്നതായ അവസരത്തിൽ പിതൃപരമ്പരയെ മൊത്തം സങ്കല്പിച്ചുകൊണ്ടാണ് ബലിയിടുന്നത് എന്ന കാര്യവും ഓർക്കുക. പ്രധാനപ്പെട്ടതായ ബലി തർപ്പണ കേന്ദ്രങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് വർക്കല, പാപനാശം, ആലുവ, മണപ്പുറം, തിരുനാവായ, നാവാമുകുന്ദ ക്ഷേത്രം, പെരുമ്പാവൂർ, ചേലാമറ്റം, തിരുനെല്ലി, പാപനാശിനി, ചാവക്കാട്, പഞ്ചവടി, ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം തുടങ്ങിയവ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ബലി തർപ്പണ കേന്ദ്രങ്ങൾ കൂടിയാണ്. എന്നാൽ ചിലർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. അതായത് കാശിയിലോ രാമേശ്വരത്തോ ബലിയിട്ടാലും ആവാഹിച്ച് ചേലാമറ്റത്ത് നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ് എങ്കിലും കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബലിയിടണം എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ കാര്യത്തിന് തീർച്ചയായും നിങ്ങൾ പ്രാധാന്യം നൽകണം. ഇപ്രകാരം ചെയ്തതിനാൽ ബലി ഇടേണ്ടതില്ല എന്ന് ചിന്തിക്കരുത്. തീർച്ചയായും ഇന്നേ ദിവസം ശരിയായ രീതിയിൽ ഒരിക്കലെടുത്ത് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ബലിയിടുവാൻ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. അപ്പോൾ മുൻപ് പരാമർശിച്ച ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തേതായ കാര്യം, ആർത്തവമായിരിക്കുന്നവർ നാളെ ബലി അർപ്പിക്കുവാൻ പാടുള്ളതല്ല. കർക്കിടക ബലി അർപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുക. എന്നാൽ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് ശുദ്ധിയോടെ ബലി അർപ്പിക്കുന്നതിൽ യാതൊരു വിധത്തിലും തെറ്റുമില്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ തീർച്ചയായും ആർത്തവമുള്ളവരാണ് എങ്കിൽ, ആർത്തവമായിരിക്കുന്നവരാണ് എങ്കിൽ ഈ പ്രാവശ്യത്തെ ബലി നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തേതായ വ്യക്തികൾ
കുളിക്കാത്തവരാണ്. അതായത് കുളിക്കാതെ നിങ്ങൾ ബലി അർപ്പിക്കാൻ പാടുള്ളതല്ല. കുളിച്ച് ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും, അതായത് ഈറൻ അണിഞ്ഞുകൊണ്ട് വേണം മുൻപ് പരാമർശിച്ചതുപോലെ ബലി അർപ്പിക്കുവാൻ. അതിനാൽ ഇന്നേ ദിവസം കുളിക്കാതിരിക്കരുത്. അല്ലെങ്കിൽ അപ്രകാരം നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രസവ പുലയ്ക്ക് പ്രാധാന്യമുണ്ട്. അതിനാൽ ഒരു പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 11 ദിവസം, അതായത് പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 11 ദിവസങ്ങൾ പുലയുള്ള സമയമാണ്. അതിനാൽ ഈ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബലി അർപ്പിക്കാൻ അല്ലെങ്കിൽ കർക്കിടകവാവ് ബലി അർപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് ദോഷകരമായി തീരാവുന്ന ഒരു കാര്യവുമാണ്. അതിനാൽ തീർച്ചയായും ഈ പ്രാവശ്യത്തെ ബലി അത് നിങ്ങൾ ഒഴിവാക്കുകയും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് തീർച്ചയായും ബലിയിടാവുന്നതുമാണ്. ദുഷ്ചിന്തകളോടെ, തെറ്റായ ചിന്തകളോടെ, ദേഷ്യത്തോടെ, വളരെയധികം കോപത്തോടെ വേണം, മനസ്സില്ല മനസ്സോടെ എന്ന് പറയാം, അപ്രകാരം ആരെങ്കിലും ബലിയിടുന്നു എങ്കിൽ അത് ശുഭകരമല്ല. ആ ബലി കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് ദോഷകരമായി തീരുകയും ചെയ്യും. മറ്റുള്ളവരെ കാണിക്കണം എന്നൊരു ചിന്തയോടെ അപ്രകാരം മനസ്സില്ല മനസ്സോടെ ഇടുന്നതായ ബലി അത് നിങ്ങൾക്ക് ദോഷമായി തീരും എന്നുള്ളതാണ്. അതിനാൽ അപ്രകാരം ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കണം. ദുശ്ചിന്തകൾ പാടുള്ളതല്ല. ഈശ്വര ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ മാത്രമേ ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടൂ. വിശ്വാസം ഇല്ലാതെ ഒരിക്കലും ബലി അർപ്പിക്കുവാൻ പാടുള്ളതല്ല. പൂർണ്ണ വിശ്വാസത്തോടെ പിതൃക്കൾക്കായി, പൂർണ്ണമായ മനസ്സോടെ പിതൃപരമ്പരയ്ക്കായി നിങ്ങൾക്ക് ബലി അർപ്പിക്കാവുന്നതാണ്. അപ്രകാരം ചെയ്യുന്നതാണ് ശരി. വിശ്വാസമില്ലാതെ മുൻപ് പരാമർശിച്ച പോലെ മനസ്സില്ല മനസ്സോടെ, വേണം വേണ്ട എന്ന ചിന്തയോടെ നിങ്ങൾ ബലി അർപ്പിക്കാൻ പാടുള്ളതല്ല. മരണവുമായി ബന്ധപ്പെട്ട് പുല ഉള്ളവരാണ് എങ്കിൽ അവരും ബലിയിടാൻ പാടില്ല. കർക്കിടകവാവ് ബലി ഇടാൻ പാടില്ല എന്ന കാര്യം തീർച്ചയായും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ ബലി അർപ്പിക്കാൻ പാടുള്ളതല്ല. ഈ കാര്യത്തിന് തീർച്ചയായും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. പുല മാറിയതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. മീനൂട്ട് വഴിപാട് ഈ സമയം നിങ്ങൾ നടത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമായി തീരും. അതിനാൽ പുല മാറിയതിന് ശേഷം, ആർത്തവം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അതോടൊപ്പം മീനൂട്ട് വഴിപാട് കൂടി നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തീരും. അപ്പോൾ ഏവരും മുൻപ് പരാമർശിച്ച പോലെ ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെ ബലിയിടുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ അതിൻ്റെ പോസിറ്റീവായ ഊർജം, അനുഗ്രഹം പിതൃക്കളുമായി ബന്ധപ്പെട്ട് കടന്നു വരും എന്നുള്ളതാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഉയർച്ച, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും സന്തോഷിക്കുവാനുള്ള അവസരം, ശുഭകരമായ കാര്യങ്ങൾ ആ വീടുമായി സംഭവിക്കുക, മംഗളകർമ്മങ്ങൾ ആ വീടുകളിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും വന്ന് ചേരാം എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും നാളത്തെ ദിവസം വളരെയധികം ശ്രദ്ധയോടെ ബലിയിടുക. തലേ ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ബലിയിടുവാൻ ഏവരും ശ്രദ്ധിക്കൂ.